വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മളപ്പോൾ ഇന്ന് യൂണിറ്റ് 6ന്റെ MCQ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കമ്പാരിസൺ ഓഫ് ബുള്ളറ്റ്സ് ഫോളോവിങ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ ബുള്ളറ്റ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ മൈക്രോസ്കോപ്പിന്റെ ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് വരുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ് ബുള്ളറ്റ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഓപ്ഷൻ എ വന്നിട്ട് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആണ്. ഓപ്ഷൻ ബി പോളറൈസിംഗ് മൈക്രോസ്കോപ്പ് ആണ്. ഓപ്ഷൻ സി ന്യൂറോൺ മൈക്രോസ്കോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി കമ്പാരിസൺ മൈക്രോസ്കോപ്പ്. സോ ഏതായിരിക്കും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ്? യെസ്, ആ ഒരു ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ ആ മൈക്രോസ്കോപ്പിന്റെ വേർഡ് ഇറ്റ്സെൽഫ് അതുണ്ട്. കമ്പാരിസൺ മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ട് ലെൻസ് ഉണ്ടാവും, അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ടൈമിൽ നമുക്ക് കമ്പയർ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ആ ഒരു മൈക്രോസ്കോപ്പിന്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, എക്സൈറ്റർ ഫിൽട്ടർ ഈസ് യൂസ്ഡ് ടു. ഇത് നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. എക്സൈറ്റർ ഫിൽട്ടർ അതുപോലെ തന്നെ അനലൈസർ ഒക്കെ. സോ ഇതിൽ ഏത് മൈക്രോസ്കോപ്പിലാണ് ഈ ഒരു എക്സൈറ്റർ ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പോളറൈസിംഗ് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ സി ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റീരിയോസ്കോപ്പിക് മൈക്രോസ്കോപ്പ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോളറൈസിംഗ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഫോളോവിംഗ്. പോളറൈസിംഗ് മൈക്രോസ്കോപ്പ് എന്തിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് അതർ ഓൾസോ എന്തിനു ബേസ് ചെയ്തിട്ടാണ്? ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു പാർട്ട് ഇൻസ്ട്രുമെന്റേഷൻ ലെവലിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റേഷനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വരുന്നത് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷനിലായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ചോദിച്ചാൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എ പെയിന്റ്, ഓപ്ഷൻ ബി സോയിൽ, ഓപ്ഷൻ സി ഫൈബേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പേപ്പർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി ഫൈബർ ആണ്. ഫൈബർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളറൈസിംഗ് മൈക്രോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം, അനലൈസർ ഈസ് യൂസ്ഡ് ഇൻ. അനലൈസർ എന്ന് പറഞ്ഞ ഒരു പാർട്ട് അല്ലെങ്കിൽ അനലൈസർ ഏതൊരു മൈക്രോസ്കോപ്പിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പോളറൈസിംഗ് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി സ്കാനിംഗ് മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റീരിയോസ്കോപ്പിക് മൈക്രോസ്കോപ്പ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ പോളറൈസിംഗ് മൈക്രോസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the components of UV visible spectrophotometer in the correct order. അപ്പോൾ UV visible spectrophotometer പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഇൻസ്ട്രുമെന്റിൽ വരുന്ന ഓർഡേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡിറ്റക്ടർ തന്നിട്ടുണ്ട്, മോണോക്രോമാറ്റർ തന്നിട്ടുണ്ട്, റേഡിയേഷൻ സോഴ്സ് തന്നിട്ടുണ്ട്, റെക്കോർഡർ ഉണ്ട്, അതുപോലെ തന്നെ സാമ്പിൾ ഹോൾഡർ ഉണ്ട്. സോ ഇതൊരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്ര ഓർഡേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഓർഡർ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് വിൽ ബി ദ കറക്റ്റ് ഓർഡർ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. CBEAD എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സോഴ്സിൽ നിന്ന് മോണോക്രോമാറ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടാ പോകുന്നത്? യെസ്, മോണോക്രോമാറ്ററിൽ നിന്ന് പിന്നെ വരുന്നത് സാമ്പിൾ ഹോൾഡർ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ റെക്കോർഡർ, ലാസ്റ്റ് ഡിറ്റക്ടർ, ദെൻ റെക്കോർഡർ. അങ്ങനെയാണ്. അതിപ്പോ എല്ലാത്തിലും ഡിറ്റക്ടർ, റെക്കോർഡർ, സാമ്പിൾ ഹോൾഡർ ഇതൊക്കെ ഏകദേശം സോഴ്സ് ആണ് ഫസ്റ്റ് വരിക, ലാസ്റ്റ് വരുന്നത് റെക്കോർഡർ ആയിരിക്കും, അതിന് തൊട്ട് മുന്നേ ഡിറ്റക്ടർ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർഡർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ലോജിക്കൽ തിങ്കിങ് വഴി നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് ഇൻസ്ട്രുമെന്റൽ ആ ഒരു പോർഷൻ നിന്ന് ഫോറൻസിക് സയൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബേസിക് ആയിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. ആപ്ലിക്കേഷൻ ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക ആപ്ലിക്കേറ്റീവ് ലെവലിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. പക്ഷേ കെമിസ്ട്രിയിൽ നിന്ന് ഇൻസ്ട്രുമെന്റേഷൻ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലായിരിക്കും. സോ കെമിസ്ട്രിയിൽ ആ ഒരു ഇൻസ്ട്രുമെന്റേഷൻ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫോറൻസിക് ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റേതാവുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഇൻഡീപ്പ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, thickness of a specimen entirely focused under a microscope is known as. ഒരു സ്പെസിമെന്റെ തിക്നെസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ഫീൽഡ് ഓഫ് വ്യൂ, ഓപ്ഷൻ ബി ഡെപ്ത് ഓഫ് ഫോക്കസ്, ഓപ്ഷൻ സി മാഗ്നിഫിക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഫ്രം ദിസ് വേർഡ് ഇറ്റ്സെൽഫ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും തിക്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? യെസ്, ഓപ്ഷൻ ബി ഡെപ്ത് ഓഫ് ഫോക്കസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The energy of photon is directly proportional to. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അല്ലെങ്കിൽ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻസിഡന്റ് ആംഗിൾ, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ ആംഗിൾ, ഓപ്ഷൻ സി ഫ്രീക്വൻസി ആൻഡ് ഓപ്ഷൻ ഡി അബ്സോർപ്ഷൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻസ് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഫ്രീക്വൻസി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വേവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബിയർ ലാംബർട്ട്സ് ലോ
is the basic principle of ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ബിയർ ആൻഡ് ലബേർട്സ് ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വന്നിട്ട് TLC, ഓപ്ഷൻ ബി സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് ഓപ്ഷൻ സി ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ആൻഡ് ഓപ്ഷൻ ഡി എക്സ്റേ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി സ്പെക്ട്രോഫോട്ടോമെട്രി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം. An instrument that measures the radiant power of two electromagnetic beam is called. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? റേഡിയന്റ് പവർ ഓഫ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ബീം മെഷർ ചെയ്യും. സോ ഇതിനകത്തൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ പാകത്തിന് ഏതാ ഉള്ളത്? ഡിറ്റക്ടർ ഉണ്ട്, ഫോട്ടോമീറ്റർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, മോണോക്രോമാറ്റർ ഉണ്ട്. സോ ഫിൽറ്ററിനും മോണോക്രോമാറ്ററിന്റെ ഒക്കെ യൂസ് നമുക്ക് അറിയാം അല്ലേ? ഡിറ്റക്ടറിന്റെ യൂസ് നമുക്കറിയാം. സോ ഇവിടെ എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നത് ഫോട്ടോമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഈസി ആണ്. മീറ്റർ എന്നുള്ളൊരു റീഡിംഗ് ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമിന് ചിലപ്പോൾ ഓപ്ഷൻസ് ഡിഫറെന്റ് ആയിട്ടുള്ളതും വരാം. സോ ദ ആൻസർ വിൽ ബി ഫോട്ടോമീറ്റർ. നെക്സ്റ്റ് നോക്കാം. Which of the law governs gas liquid chromatography? ഇതിൽ ഏത് ലോ ആണ് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെൻറീസ് ലോ, ഓപ്ഷൻ ബി പ്യോബർട്ട്സ് ലോ, ഓപ്ഷൻ സി ലെബക്സ് ലോ ആൻഡ് ഓപ്ഷൻ ഡി ബിയേഴ്സ് ലോ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ഹെൻറീസ് ലോ ആണ്. ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചിട്ടുണ്ട്, പാർഷ്യൽ പ്രഷറിനൊക്കെ പറ്റിയിട്ട് അല്ലേ? സോ ആ ഒരു ലോ ആണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. അസോർഷനും റീസണും ആണ്. The volatile compounds can be analyzed by GLC. volatile compounds നമുക്ക് ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി വെച്ച് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Because volatile compounds get precipitated with inert gas in the column. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ volatile ആയിട്ടുള്ള compounds precipitate ചെയ്യും എന്നാണ് പറയുന്നത്. So choose the correct option. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ കറക്റ്റ് ആണ് അല്ലേ? നമുക്കറിയാം volatile compounds ആണ് അനലൈസ് ചെയ്യുന്നത് GLC വഴിയിട്ടാണ് നമുക്കറിയാം. പക്ഷേ volatile compounds precipitate ആകും inert gas ആയിട്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു reason is wrong. Next is which of these techniques is used to separate serum? Serum separate ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ GLC, ഓപ്ഷൻ ബി PCR, ഓപ്ഷൻ സി ഇലക്ട്രോഫോറസിസ്, ഓപ്ഷൻ ഡി both 2 and 3. മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? PCR ഉം ഇലക്ട്രോഫോറസിസ് ആണെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. സോ നമുക്ക് നോക്കാം ഏതാ ആൻസർ എന്ന്. ഇലക്ട്രോഫോറസിസ് ആണ്. സ്റ്റിൽ PCR നമ്മൾ DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ DNA കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോഫോറസിസ്? അതുപോലത്തെ ടെക്നിക്സ് ആണ് നമ്മൾ സെറം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഫോളോവിങ്. ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൂവ്മെന്റ് ഓഫ് ദ അയോൺസ് ഇൻ ജെൽ, അഗാരോസ് ജെല്ലൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ജെൽ ഇലക്ട്രോഫോറസിസിൽ എന്തിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബ്ലഡ്, ബി ആൽക്കലോയിഡ്സ്, സി ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഡി ഓൾ ഓഫ് ദി അബവ്. ആൻസർ ഇസ് ബ്ലഡ്. ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം. ഡിഫറെന്റ് ഡൈ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഇങ്ക് ക്യാൻ ബി സെപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഇപ്പൊ ഡൈ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവുമല്ലോ ഇങ്കില്. നമ്മൾ പറഞ്ഞു ഏജ് ഓഫ് ദ ഡോക്യുമെന്റും അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഒതന്റിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ഇങ്കിന്റെ കോമ്പോസിഷൻ പഠിക്കാറുണ്ട്. സോ ഈ ഒരു ഇങ്ക് കോമ്പോസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്കിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഇങ്ക് കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ TLC ആണ്, സെക്കൻഡ് ഇസ് VSC, third is electrophoresis and fourth is ESDA. So first is TLC. TLC നമുക്കറിയാം thin layer chromatography ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. VSC വീഡിയോ അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യന്റെ ഡോക്യുമെന്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇലക്ട്രോഫോറസിസ് നമുക്കറിയാം മൂവ്മെന്റ് ഓഫ് അയോൺസ് ആണ്. അവിടെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കാം. ESDA എന്ന് പറയുമ്പോഴും ഇന്ത്യന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ദ ആൻസർ വിൽ ബി 1 and 3. TLC ഇലക്ട്രോഫോറസിസും VSC ESDA ഒക്കെ മെയിൻ ആയിട്ട് ഡോക്യുമെന്റ് അനാലിസിസിൽ വരുന്നതാണ്. മറ്റേത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി. ഡോക്യുമെന്റ് അനാലിസിസിൽ വരുന്നതാണ് ഇങ്ക് ബട്ട് സ്റ്റിൽ ഇങ്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് TLC അതുപോലെ തന്നെ ഇലക്ട്രോഫോറസിസും ആണ്. നെക്സ്റ്റ്, സെറം പ്രോട്ടീൻ പോളിമോർഫിസം ആർ ഡെമോൺസ്ട്രേറ്റഡ് ബൈ. സെറം പ്രോട്ടീൻ പോളിമോർഫിസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് HPLC, GCMS, സെൻട്രിഫ്യൂഗേഷൻ, ഇലക്ട്രോഫോറസിസ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഇലക്ട്രോഫോറസിസ്. നെക്സ്റ്റ് ഇസ് SDS page ആണ്. SDS page എന്ന് പറഞ്ഞാൽ proteins are denatured by SDS. Proteins have the same charge to mass ratio. Small protein migrate more easily. ഇതിൽ ഏത് അല്ലെങ്കിൽ all of the above. ഇതിൽ ഏതായിരിക്കും SDS page നെ പറ്റി? പ്രോട്ടീൻ ഡിഗ്രഡേഷൻ ആണെന്നൊക്കെ അല്ലെങ്കിൽ ഡിനാച്ചുറേഷൻ ആണെന്നൊക്കെ നമുക്ക് അറിയാം. സോ ഇറ്റ് വിൽ ബി all of the above. പ്രോട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നടക്കുന്നത് ഈ ഒരു SDS പേജിലാണ്, ആ ഒരു മെത്തേഡിലാണ്. സോ ദാറ്റ് വിൽ ബി ദി all of the above ആയിരിക്കും കറക്റ്റ് ആൻസർ. Gel electrophoresis is useful in the identification of
ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എക്സാമിനേഷൻ ഓഫ് സിന്തറ്റിക് ഫൈബർ, ഓപ്ഷൻ ബി മാച്ചിങ് ഓഫ് ഫയറിംഗ് പിൻ മാർക്ക്, ഓപ്ഷൻ സി എൻസൈം ടൈപ്പിംഗ് ആൻഡ് ഓപ്ഷൻ ഡി എസ്റ്റിമേഷൻ ഓഫ് മെറ്റൽസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ആലോചിച്ച് നോക്കിയേ, ജെൽ ഇലക്ട്രോഫോറസ് നമ്മൾ ബ്ലഡ് സെറം ആ കേസൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതായിരിക്കും വരിക? യെസ്, എൻസൈം ടൈപ്പിംഗ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം, മാസ് സ്പെക്ട്രോമെട്രി റിക്വയർസ് ദ സാമ്പിൾ ടു ബി ഇൻ. മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറഞ്ഞ പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് പ്രോസസ് സാമ്പിൾ എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ എ സെമി സോളിഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ ബി സോളിഡ് സ്റ്റേറ്റ്, ഓപ്ഷൻ സി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി വേപ്പർ സ്റ്റേറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇറ്റ് ഷുഡ് ബി ഇൻ വേപ്പർ സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം നമുക്ക്. The modern breath alcohol instrument is based on the technology of. നമ്മൾ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറെ ഇൻസ്ട്രുമെന്റ്സ് ഇറക്കിയിട്ടുണ്ട്. സോ മോഡേൺ ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള ബ്രീത്ത് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ബ്രീത്ത് വഴി ആൽക്കഹോൾ ഉണ്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്. സോ ദാറ്റ് മോഡേൺ ഇൻസ്ട്രുമെന്റ് ഏത് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ ബി ഫ്ലൂറസെന്റ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഓപ്ഷൻ സി എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ ഡി NMR സ്പെക്ട്രോസ്കോപ്പി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ആണ് ട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഇൻ പെയിൻ എക്സാമിനേഷൻ പൈറോലിസിസ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഈസ് യൂസ്ഫുൾ ഫോർ ക്യാരക്ടറൈസിങ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ ഒരു മെത്തേഡാണ് പൈറോലിസിസ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് മെത്തേഡ് പെയിന്റ് എക്സാമിനേഷൻ പെയിന്റിൽ കുറെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, അഡിറ്റീവ്സ്, ബൈൻഡർ, പിഗ്മെന്റ്. ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ എവിഡൻസിനെ പറ്റി പഠിച്ചപ്പോൾ പെയിന്റിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയി പഠിച്ചപ്പോൾ പഠിച്ചതാണ്. സോ ഇതിൽ പെയിന്റിലെ ഏത് കോമ്പോണന്റ് ആണ് അല്ലെങ്കിൽ എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈറോലിസിസ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെഹിക്കിൾ, ഓപ്ഷൻ ബി മെറ്റൽ അയോൺ, ഓപ്ഷൻ സി ബൈൻഡർ ആൻഡ് ഓപ്ഷൻ ഡി പിഗ്മെന്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി ബൈൻഡർ ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്നല്ല, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി ഇമ്മ്യൂണോ അസേ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരും. സോ നമ്മൾ അതൊക്കെ എന്താ പറയാ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾ കൂടുതലും ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ എന്തായാലും ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കണം, അതൊരു കാര്യം. ഇൻസ്ട്രുമെന്റേഷൻ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ഒരുപാട് ഡെപ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പാർട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ അത് ഓർഡർ ഇത്രയൊക്കെ വരുള്ളൂ. ഡിറ്റക്ടറിന്റെ എന്തെങ്കിലും യൂസസ് അങ്ങനത്തെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള, ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ ലെവലിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് സാധിക്കും. ഫോറൻസിക് ലെവലാണ് പറയുന്നത്. കെമിസ്ട്രി ലെവൽ ആകുമ്പോൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഡെപ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ ബ്രീത്ത് ആൽക്കഹോൾ അതുപോലെ തന്നെ പെയിന്റിന്റെ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇൻകമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് TLC ഒക്കെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ആൻഡ് ബ്ലഡിന് സെറം അതിനൊക്കെ സെപ്പറേഷന് വേണ്ടിയുള്ള ഇലക്ട്രോഫോറസിസ് PCR എന്തിനാണ് യൂസ് ചെയ്യുന്നത്, PCR ടെമ്പറേച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പ്ലസ് എന്താ പറയുക ഇൻസ്ട്രുമെന്റേഷന്റെ ബേസിക് ആയിട്ടുള്ള നോളജ് അത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ അത് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഫോറൻസിക് ആപ്ലിക്കേഷൻസ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഒന്ന് നോക്കി വെക്കുക. ഈവൻ ദോ ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് കിട്ടാന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വരാൻ ചാൻസ് ഉള്ളൂ. ബട്ട് സ്റ്റിൽ എല്ലാം അറിഞ്ഞു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, ബട്ട് സ്റ്റിൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രി ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.